ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എല്ലാ ദിവസത്തെയും പോലെ എഴുന്നേറ്റ് നേരത്തെ ഒന്നുമല്ല കേട്ടോ, ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് നേരെ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ വാഷ് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് നേരം കണ്ണാടിയുടെ മുമ്പ് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. കാരണം എൻ്റെ മുഖത്ത് ഫുള്ള് നേരത്തെ ഭയങ്കര പിമ്പിൾസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മാറി ഒരു ആശ്വാസം ആയതായിരുന്നു കേട്ടോ. ഇപ്പോൾ വീണ്ടും എൻ്റെ ആശ്വാസം എല്ലാം കളയാൻ മുഖത്തെല്ലാം വീണ്ടും പിമ്പിൾസ് ആയിട്ടുണ്ട്. അപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു വിഷമം പറഞ്ഞാൽ അറിയും കേട്ടോ. ഈ അത് പോയിട്ട് വന്നപ്പോൾ പിന്നെ ഭയങ്കര വിഷമമായി ഒന്നുകൂടെ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ബ്രഷൊക്കെ തേച്ച് ഞാൻ പിന്നെ ആദ്യക്കുട്ടനെയും ബ്രഷ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടൻ രാവിലെ തന്നെ ഏറ്റു വന്നപ്പോഴേ കേക്ക് വേണമെന്ന് പറഞ്ഞു. തലേ ദിവസം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ്റെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കേക്ക്. അവൻ രാവിലെ ഏറ്റു വന്നപ്പോഴേ അവന് കേക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു, എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ അവൻ അതിൻ്റെ കൂടി ഇച്ചിരി പാലും കൂടെ അങ്ങ് തിളപ്പിച്ച് കൊടുത്തേ. എന്നിട്ട് ഞാൻ നേരെ പോയി രാവിലെ തന്നെ അങ്ങ് കുളിച്ചു കേട്ടോ. കാരണം ഭയങ്കര ചൂടാണല്ലോ. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അമ്മ ഞങ്ങൾക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനും അമ്മയും ശില്പയും കൂടി ഇരുന്ന് കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിണറ്റിലെ വെള്ളം പറ്റിയെന്ന് ഇപ്രാവശ്യം നേരത്തെ പറ്റിപ്പോയി. എല്ലാ പ്രാവശ്യവും പറ്റുമെങ്കിലും ഇതിപ്പോൾ ചൂട് പ്രാവശ്യം ഭയങ്കര കൂടുതലാണല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ വെള്ളം പറ്റിപ്പോയി. എനിക്കാണെങ്കിൽ കുറേ തുണിയും കഴുകാൻ കിടക്കും. ഇനിയിപ്പോൾ തിരിച്ച് ചെന്നിട്ട് അലക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുക. അപ്പോഴത്തേനും അമ്മ പിന്നെ ദോശ ഇടാൻ തുടങ്ങിയേ. പക്ഷെ ചൂടി ആ ദോശക്കല്ലെ തൂക്കുന്ന ബ്രഷിന്റെ സെയിം എനിക്കും ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലും ഉണ്ടായിരുന്നേ. അത് രണ്ടും ഉണ്ടല്ലോ, ദോശക്കല്ലെ തൊടുമ്പോഴേ ഉരുകിപ്പോവും. ആ കൂടെ മേടിച്ചത് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നു, അതിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം അതിനെപ്പറ്റി പറയുമായിരുന്നു. അല്ല അമ്മയുടെ കാര്യം, അമ്മയാണെങ്കിൽ ആ ദോശക്കല്ലെ തൂത്തിട്ട് നേരെ ആ ചൂട് ബ്രഷ് എടുത്ത് പ്ലാസ്റ്റിക് കുപ്പിയിലോട്ടിട്ട് അപ്പം അത് കയറി ഉരുക്കി പിടിച്ച്. അത് ഞാൻ അമ്മയെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കാഞ്ഞിരപ്പള്ളി രാവിലെ പോയിട്ട് വന്നത്. അപ്പം അച്ഛന് രാവിലെ അമ്മ കഴിക്കാൻ കൊടുക്കുക. അപ്പം ആദ്യക്കുട്ടൻ ഇങ്ങനെ ഉള്ളതാ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1-2 വായൊക്കെ കഴിക്കും. അപ്പം ഞാനും ഓർക്കും അങ്ങനെ ആയാലും കഴിച്ചോട്ടെന്ന് ഓർത്ത് ആ കൂടെ കൊടുത്തു. പിന്നെ അതേ നേരെ ഞാനും അമ്മയും വന്നിരുന്ന് കഴിക്കുവാണ്. ശില്പ നേരത്തെ കഴിച്ചു, അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് നേരത്തെ സമയത്തിന് കഴിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ അവളോട് നേരത്തെ കഴിക്കാൻ പറയും. അപ്പം അവള് കഴിച്ചു. ഞാൻ ആദ്യക്കുട്ടനെ വിളിച്ചോണ്ടിരിക്കും. അച്ഛൻ്റെ കയ്യിൽ നിന്ന് 2 വാ കഴിച്ചിട്ടേ ഉള്ളൂ. അതെനിക്കെവിടെ ആച്ചുബാ വെള്ളക്കാ. മീനാണോ മേ? ഉണക്കമീനാണ്, നിനക്ക് വേണമെന്നല്ലേ പറഞ്ഞേ. ആ കുട്ടനുണ്ട്, മറ്റേ കുറിശി ഉണ്ടോ? പിന്നെ എന്നതാ നങ്കുണ്ട്. എനിക്കത് 2 ഇഷ്ടം. ഡാഡിക്ക് അറിയാലോ. അപ്പം അതല്ലേ അത് വലിയത്. എനിക്ക് ആ നങ്ക ഇഷ്ടം. ഇത് തലേക്കല്ലി ഇവരൊക്കെ പറയാം. തലേക്കല്ലിയോ? തലേക്കല്ലിയോ? തലേക്കല്ലി എന്ന് പറയുന്നത്. നന്നായിട്ട് പാക്ക് ചെയ്തെടുത്ത് തന്നാൽ മതി, അല്ലെന്നുണ്ടെ സ്മെല്ല് വരും. അങ്ങനെ ഞങ്ങൾ 4 പേരോട് നിന്ന് ഉണക്കമീൻ്റെ ഭംഗി കാണുവാണേ. ആദ്യക്കുട്ടനാണെങ്കിൽ ഉണക്കമീൻ ആദ്യമായിട്ട് കാണും. അപ്പോൾ അവനെ വിളിച്ച് കാണിച്ചത്. പിന്നെ ശില്പ പറയായിരുന്നു അവൾക്ക് ഉണക്കമീൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ചില സ്മെല്ലൊന്നും പിടിക്കത്തില്ലേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, ഈ മണമൊക്കെ ഇഷ്ടമാണെന്ന് പറയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ നോക്കി. ആദ്യമാണ് ശില്പയുടെ പുറകെ നടക്കുവാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. തലേക്കല്ലി ഇതിന്റെ പേര്. ആ മീനിന് പണ്ട് തൊട്ട് നമ്മുടെ ഇവിടെ കുട്ടൻ എന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞതാ, കടക്കാർ തലേക്കല്ലി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തലേക്കല്ലി എന്നോ അല്ലെങ്കിൽ ഈ മീനിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് പറയണേ. അങ്ങനെ ഞാനും അമ്മയും കൂടെ അതെല്ലാം പൊതിഞ്ഞ് കെട്ടിയെടുത്ത്. പിന്നെ അമ്മ ഉച്ചക്കത്തേനുള്ള ചീരത്തോരൻ അരിയുക. ഇന്നാണെങ്കിൽ ഇതുപോലെ ചീരത്തോരന്, പിന്നെ എന്തായിരുന്നു മാങ്ങാപ്പഴവും ചക്കക്കുരുവും കൂടെ കറി, നമ്മുടെ ഉണക്കമീൻ വറുത്തത്, അങ്ങനെ നല്ല കറിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ശില്പയ്ക്കാണെങ്കിൽ അന്നേരം മന്തി കഴിക്കേണ്ട ഒരു മോഹം. ഞങ്ങൾ മന്തി മേടിച്ചു. ഇപ്പം ശില്പയ്ക്ക് പ്രഗ്നന്റ് ലേഡിക്ക് ഒരാഗ്രഹം മന്തി കഴിക്കുന്നത്. അപ്പം ഞങ്ങൾ വാങ്ങിച്ചു മന്തി. അച്ഛൻ കഴിച്ചിട്ട് പോവാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കൊട്ടിന് ഉമ്മ കൊടുക്കണമെന്നും പറഞ്ഞ് നിൽക്കുക. ഭയങ്കര വെയിലത്താ ഉമ്മ കൊടുക്കാൻ ആദ്യക്ക് പറ്റത്തില്ല. നിക്ക് ചെല്ല്.
അപ്പൊ അച്ഛന് തന്റെ വണ്ടിയെ കയറി പോയിട്ടുണ്ട്. പക്ഷെ ആദ്യകൂട്ടം സ്റ്റിൽ ടാറ്റയും കൊടുത്തോണ്ട് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ടേ. ഞാനും ആദ്യക്കുട്ടനും കൂടെ വന്നിട്ട് ഇന്ദ്രമ്മയുടെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോവാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും അതെ അച്ഛന്റെ ചേട്ടന് മോനാ സ്കൂട്ടറൊക്കെ കയറി വന്നത്. പിന്നെ ഞങ്ങൾ പോയില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞേ. അച്ഛന്റെ ചേട്ടന്റെ മോൻ. ഞങ്ങള് ഒരു 6 മാസത്തിന് ശേഷം മീറ്റ് ചെയ്യുന്നത്. ഇവള് വന്നതാണ്, ഇവളെ കാണാൻ ഞാൻ ഓടി വന്നതാ. അങ്ങനെ ചേട്ടനുമായിട്ട് കുറെ നേരം അവിടെ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേ. ചേട്ടനും ഒക്കെ വീഡിയോ വലിയ ഇഷ്ടം ഇടാൻ വേണ്ടി. അപ്പൊ ഇവരും പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും എന്നോട് കാണുന്നവർക്കല്ല ഇതെങ്ങനെയാ ഇതാ ചോദിക്കാറുള്ളത്. അപ്പൊ അതിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ പണ്ടേ ഭയങ്കര ഫ്രണ്ട്സ് ആട്ടോ. ഞങ്ങൾ ഒന്നിച്ച സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് ചെറുതായിരുന്നു. അപ്പൊ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോമഡി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഭയങ്കര ലോങ് ആയെന്ന് തോന്നുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ.